ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക സ്പെഷ്യലായ ഉലുവ കഞ്ഞിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് മട്ടയരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മട്ടയരി തന്നെ വേണമെന്നില്ല, ഞവരയരി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അതുമില്ലെങ്കിൽ വെള്ളയരി ആണെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടാണ്ട് കഞ്ഞിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉലുവ, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉലുവ കഴുകി വൃത്തിയാക്കി തലേന്ന് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഉലുവയുടെ അളവെല്ലാം നമുക്ക് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഒരു കുക്കറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിയും ഉലുവയും എല്ലാം ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മട്ടയരി നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 വിസിൽ കേൾപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. കുക്കറിന്റെ പ്രഷറൊക്കെ പോകുന്ന നേരം കൊണ്ട് ഞാനിവിടെ തേങ്ങാപ്പാല് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അരമുറി വലിയ തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ പാകത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ച് ഒരുമിച്ച് ഒരൊറ്റ പാലായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനിയൊന്നും നമുക്ക് തുറന്ന് നോക്കാം. അരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. 2 തരത്തിലുള്ള ഉലുവാക്കഞ്ഞിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 പാത്രത്തിലേക്ക് ഞാൻ ഈ കഞ്ഞി മാറ്റിയിട്ടുണ്ട്. ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് മധുരമുള്ള ഉലുവാക്കഞ്ഞിയാണ്. ഞാനിവിടെ 1/2 കപ്പ് ചീകിയ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മധുരമുള്ള ഉലുവാക്കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പ് ചേർത്തിട്ടുള്ള ഉലുവാക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് കഞ്ഞിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് പാകത്തിന് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ചൂടാകേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ഉലുവാക്കഞ്ഞി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് പാകത്തിന് നെയ്യും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കർക്കിടക മാസത്തിലെ ഉലുവാക്കഞ്ഞി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഉലുവയുടെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 7 ദിവസമെങ്കിലും നമ്മളിത് അടുപ്പിച്ച് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ സമയത്ത് മത്സ്യമാംസാദികളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മരുന്ന് കഞ്ഞിയൊക്കെ വാങ്ങി തയ്യാറാക്കി കഴിക്കാൻ പറ്റാത്തവർക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ഉലുവാക്കഞ്ഞി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വിഭവമായി ഇനിയും കാണാം. താങ്ക് യു.